വയനാട്ടിലെ രാവിലെകൾ ഇപ്പോഴും ഇതുപോലെയാണ്. നേരം വെളുത്ത് ഒരു 10 മണിയൊക്കെ കഴിയണം മഞ്ഞൊന്ന് മാറണമെങ്കിൽ. 10 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ താഴ്ന്ന താപനില അല്പമൊന്നും ഉയർന്നിട്ടുണ്ട്. പക്ഷേ വൈബിന് ഒരു കുറവുമില്ല. അത് ആസ്വദിക്കാൻ ക്രിസ്മസ് ന്യൂ ഇയർ ദിവസങ്ങളിൽ ആയിരങ്ങളാണ് വയനാട്ടിലേക്ക് ഒഴുകിയെത്തിയത്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച കടുത്ത തണുപ്പാണ് ഇത്തവണ വയനാട്ടിൽ അനുഭവപ്പെട്ടത്. ഡിസംബർ പകുതിയോടെ താപനില 10 ഡിഗ്രി വരെ താഴ്ന്നു. ഇപ്പോൾ തണുപ്പൽപ്പം കുറഞ്ഞെങ്കിലും മൂടൽമഞ്ഞിന് കുറവില്ല. തണുപ്പും മഞ്ഞും ആസ്വദിക്കാൻ സഞ്ചാരികളുടെ ഒഴുക്കും തുടരുകയാണ്. അടിപൊളിയാണ്, സൂപ്പറാണ്, നല്ല വൈബാണ്. ഞങ്ങൾ ബാംഗ്ലൂരേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇവിടെ ഇതൊക്കെ കണ്ടപ്പോൾ ഇവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നല്ല ക്ലൈമറ്റാണ്, പിന്നെ നല്ല പ്രകൃതിയൊക്കെ സെറ്റാണ്, ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളിയാണ്. കോഴിക്കോട് നിന്നാണ് വരുന്നത്. അപ്പോൾ കോഴിക്കോട് ഇങ്ങനത്തെ ഒന്നുമില്ല, ക്ലൈമറ്റ് ഒന്നുമില്ല. ഇവിടെ വന്നപ്പോൾ ഒരു വേറൊരു വെറൈറ്റി ഫീൽ തോന്നി, അപ്പോൾ ഇറങ്ങിയെടുത്തതാണ്. അടിപൊളിയാണ്, നല്ല ആംബിയൻസ് ആണ്, സെറ്റ് ക്ലൈമറ്റാ. എടുത്തു. തണുപ്പ് എങ്ങനെയുണ്ട്? നല്ല തണുപ്പുണ്ട്. കാലാവസ്ഥ അനുകൂലമായതോടെ ഈ ക്രിസ്മസ് ന്യൂ ഇയർ കാലത്ത് വയനാട്ടിലേക്ക് എത്തിയ സഞ്ചാരികളുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ടായി. കഴിഞ്ഞ വർഷങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഈ പ്രാവശ്യത്തെ മഞ്ഞും തണുപ്പുമൊക്കെ എന്താ പറയുക, സഞ്ചാരികൾക്ക് ഒരുപാട് ആസ്വദിക്കാൻ പറ്റി. ഈ പ്രാവശ്യം അതുകൊണ്ട് ടൂറിസം മേഖലയ്ക്ക് നല്ല ഉണർവായിരുന്നു. കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നൊരു 30 to 40% വർധനവ് ടൂറിസം രംഗത്ത് എല്ലായിടത്തും വന്നിട്ടുണ്ട് വയനാട്ടിൽ. ഡിസംബർ പകുതിയോടെ തന്നെ വയനാട്ടിലെ ഹോട്ടലുകളും റിസോർട്ടുകളും നിറഞ്ഞിരുന്നു. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്കായി അയൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം സന്ദർശകരെത്തി. ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത്. ഭയങ്കര തണുപ്പാണ് ഇവിടെ, ഒരു രക്ഷയില്ല, സൂപ്പർ. എല്ലാവരും വന്ന് എൻജോയ് ചെയ്യണം വയനാട്. சென்னையில் வந்திருக்கேன். நல்ல கிளைமேட்டு, அடிப்பொலியாக போயிட்டுருக்கு. ஒரு வாரமாக தங்கிட்டு இருக்கேன். அடுத்த வருஷம் முடிஞ்ச எந்த அளவுக்கு என்ஜாய் பண்ணிட்டு போகணும் ಆಸೆಪಡ್றேன். ನಾನು ಬ್ಯಾಂಗ್ಳೂರಿಂದ, ನನ್ನ ಹೆಸರು ರಾಣಿ. ಈ ಕ್ಲೈಮೇಟ್ ಸಿಕ್ಕಾಪಟ್ಟೆ ಚೆನ್ನಾಗಿದೆ. ನಾನಿಲ್ಲಿ ಫ್ಯಾಮಿಲಿ ಜೊತೆ ಬಂದಿದ್ದೀನಿ ಸ್ಪ್ಯಾನಿಷ್ ಬಂಗ್ಲಾಗೆ. സിക്കാപട്ടെ എൻജോയ്മെൻറ്റ്, സിക്കാപട്ടെ സൂപ്പറാಗಿದೆ. സോ ഇവിടെ നല്ല എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ ക്ലൈമറ്റാണ്, നല്ലോണം. സോ ന്യൂ ഇയർ 10 days ലീവ് എടുത്ത് വന്നിരിക്കുകയാണ് ഇങ്ങോട്ട്. നമ്മൾ എല്ലാ കൊല്ലം വരലുണ്ട് ഇവിടെ, പക്ഷേ ഈ കൊല്ലം എക്സ്ട്രീം തണുപ്പാണ്. ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ വന്നിട്ട് ഇത്രയും വലിയൊരു തണുപ്പ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ എന്താ പറയുക, ഊട്ടിയുടെയും മൂന്നാറിൻ്റെയൊക്കെ ആ ഒരു റേഞ്ചിലേക്ക് വയനാട് വന്നു തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളതിൽ വളരെ സന്തോഷം. ഞാനൊരു വയനാട്ടുകാരിയാണ്. ഇതുവരെയുള്ള തണുപ്പിനെക്കാട്ടിലും ഏറ്റവും നല്ല തണുപ്പാണ് ഇവിടെ. ഈ ക്രിസ്മസ് ന്യൂ ഇയർ കാലത്ത് വയനാട്ടിലെ വൈബ് എന്ന് പറയുന്നത് തണുപ്പാണ്. വന്നിട്ടുള്ള സഞ്ചാരികളൊക്കെ തണുപ്പും മഞ്ഞൊക്കെ ആസ്വദിച്ചാണ് മടങ്ങുന്നത്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.